വിഷ്ണു ശാലിനിയുടെ ഒരു കമ്മിങ് സൂൺ പ്രൊമോ എന്ന പോലെയാണ്, സമയമാറ്റത്തിൻ്റെ ആ ഒരു പ്രൊമോ എന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത്. അതിലാണെങ്കിൽ ഇന്നലത്തെ പ്രൊമോയിൽ കാണിച്ച ആ ഒരു സംഭവങ്ങളൊക്കെ അവിടെ മാറുന്നുണ്ട്. ശിവന് അപകടം പറ്റിയത് ഇനി നിസ്സാരമാണെന്ന് തോന്നുന്നു. അതിനുശേഷം ശിവനും ശാലിനിയും കൂടി ജീപ്പിൽ വീണ്ടും ആ ഒരു മഞ്ഞുമല എസ്റ്റേറ്റിലേക്ക് പുറപ്പെടുക തന്നെയാണ്. കാടിൽ കൂടിയുള്ള ആ ഒരു റോഡ് ഇവരിങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്നുണ്ട്. പക്ഷേ പിന്നാലെ ആ ഒരു ആൾക്കാർ വീണ്ടും ഇവരെ പിന്തുടർന്ന് അവർ പിന്മാറാനായിട്ട് തയ്യാറല്ല. വീണ്ടും ഇവരെ പിന്തുടർന്ന് വരികയാണ് ചെയ്യുന്നത്. അന്നേരം ഒരു കാടിൻ്റെ നടുവിലെന്നോണം എത്തുന്നുണ്ട്. ഇവരിങ്ങനെ ചേസ് ചെയ്ത് നിർത്തുകയാണ്. അവസാനം ശിവനാണെങ്കിൽ വണ്ടി നിർത്തുന്നുണ്ട്. എന്നിട്ട് ശിവനും ശാലിനി ഇങ്ങനെ പരസ്പരം നോക്കുകയാണ്. എന്നിട്ട് ശിവൻ ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നു. ഒരു മാസ സീൻ എന്നൊക്കെ പോലെയൊക്കെയാണ് കാണിക്കുന്നത്. അതിനുശേഷം ശാലിനി ഇറങ്ങുന്നുണ്ട്. അതിന് ശേഷം അവിടെ വീണ്ടും ഒരു ഫൈറ്റ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് വീണ്ടും ശാലിനിയും കൂടി അവരെ ഒരു അടിച്ചൊതുക്കാനുള്ള ആ ഒരു ശ്രമമാണ്. മുമ്പൊരിക്കൽ മാർക്കറ്റിൽ പോയി വിഷ്ണുവിന് വേണ്ടി അവിടെ ഒരു അടിയുണ്ടാക്കി ആ ഗുണ്ടകളെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നില്ലേ, ഒരു ഫൈറ്റ് സീൻ കാണിച്ചതുപോലെ ഇവിടെ ശാലിനിയും ശിവനോടൊപ്പം ചേർന്ന് അവരെ അടിച്ചമർത്താനുള്ളതാണ്. ശിവനും ശാലിനിയും പരസ്പരം ഒന്നിക്കുന്നു എന്നും പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ കൈയൊക്കെ കൊടുത്ത് അന്ന് രോഹിത്തും വിഷ്ണുവും കൂടി തല്ലാനൊക്കെ പോയപ്പോൾ രോഹിത്തിനെ അടിച്ചത് പകരം ചോദിക്കാനോട് മില്ലുകാരനോട് പോയപ്പോൾ രോഹിത്തും വിഷ്ണുവും കൂടി ഇങ്ങനെ പരസ്പരം കൈയൊക്കെ കൊടുത്ത് അതേപോലെ ആയില്ല. അതേപോലെ ഇവിടെ ശിവനും ശാലിനിയും കൂടി അങ്ങനെ കൈയൊക്കെ കൊടുത്തിട്ട് രണ്ടുപേരും കൂടി ഇവരെ അടിച്ചൊതുക്കുന്ന ആ ഒരു സീനാണ്. അതിൽ ഇടയ്ക്ക് വെച്ചാണെങ്കിൽ ഒരാളിങ്ങനെ ശിവൻ്റെ നെഞ്ചിന് നേരെ ഇങ്ങനെ അടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹൃദയത്തിന് നേരെ അങ്ങനെ ശിവൻ ഒന്ന് പതറി നിൽക്കുകയാണ്. ആ ഒരു ഹൃദയം ഇങ്ങനെ വേദനിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ വീണ്ടും രണ്ടാമതിങ്ങനെ ശിവനെ അടിക്കാനായിട്ട് വരുമ്പോൾ ശാലിനി അയാളുടെ കൈ ഇങ്ങനെ പിടിക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് അമർത്തി ഞെരിക്കുകയാണ്. അന്നേരം അയാൾക്കാണെങ്കിൽ ആ ഒരു കൈ ഒടിയുന്ന ഒരു ഫീൽ എന്ന പോലെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ശിവനിങ്ങനെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് അവരെല്ലാം അടിച്ചൊതുക്കുന്നുണ്ട്. അതിനുശേഷം ആ ലാസ്റ്റ് സീൻ എന്ന പോലെ അവർ വാളൊക്കെ ആയിട്ടാണ് വരുന്നത്. അതിലൊരു വാളിങ്ങനെ ശിവനിങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ തട്ടി ആ ഒരു വിഷ്ണു എടുക്കുന്നത് പോലെ ഇങ്ങനെ കയ്യിലേക്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇയാളെ ഇങ്ങനെ ഇയാൾക്ക് ഒരാൾക്ക് നേരെ തറയിൽ വീണ് കിടക്കുന്ന ഒരാൾക്ക് നേരെ ഇങ്ങനെ ഓങ്ങനായിട്ട് വരുമ്പോൾ ശിവ എന്നിങ്ങനെ ശാലിനി വിളിക്കുകയാണ്. പക്ഷെ അന്നേരം ശിവനാണെങ്കിൽ അത് അങ്ങ് മാറ്റി പിടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവരിങ്ങനെ പരസ്പരം നോക്കി നിൽക്കുന്നു. ഒരു പുതിയൊരു സമയമാറ്റത്തിൻ്റെ പ്രൊമോ എന്ന പോലെ ഒരു മാസ് സീൻ എന്ന പോലെ കാണിച്ചിരിക്കുന്നതാണ്. പക്ഷേ അവരിനി വീണ്ടും ആ ഒരു എസ്റ്റേറ്റിലേക്ക് പോകുമോ, ഇതൊക്കെ ചിലപ്പോൾ തരണം ചെയ്ത് ആ ഒരു പുരിതാവസ്മം ചിലപ്പോൾ പാവനാശിനിയിൽ ഒഴുക്കുമായിരിക്കും. അതോ ഇനി അതിനോടകം ആ എസ്റ്റേറ്റിൽ ചെല്ലുമ്പോൾ അവർ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറഞ്ഞല്ലോ അനുപല്ലവി. അപ്പോൾ അങ്ങനെ അവർ തിരിച്ചു പോരുകയാണോ ചെയ്യുന്നത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നാളെ മുതൽ 7 മണിക്കാണ് ഈ ഒരു പരമ്പര വരുന്നത്. ഓക്കെ, താങ്ക് യു.